സ്നേഹമുള്ളവരെ, മൂന്നാം പറമ്പ് കാർമൽഗിരി ഇടവകയുടെ വികാരിച്ചനായ ഞാൻ നമ്മുടെ വെഞ്ചരിപ്പിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പത്രസമ്മേളനത്തിന്റെ വേദിയിലാണ് ഞങ്ങൾ ഓരോരുത്തരും. അപ്പൊ ഇതിന് ആദ്യമായി തന്നെ നമ്മുടെ ഇടവാംഗം 40-ാം വർഷം ജേക്കബ് മാളിയേക്കലച്ചൻ നമ്മുടെ ഇടവകയെ കുറിച്ചുള്ള ഒരു ചുരുക്കിയ സംക്ഷിപ്ത രൂപം നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നതാണ്. എന്റെ പേര് അജോ മുത്താടനാണ്. വികാരച്ചൻ ഈ സംരംഭം ഇവിടെ തുടങ്ങിയതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാൻ നന്ദിയോടെ ഈ ഇടവക 1960 ആദ്യമായിട്ട് മൂന്നാം പറമ്പിന്റെ ഈ പരിശുദ്ധ മണ്ണിൽ കുർബാന അർപ്പിച്ച് തുടങ്ങിയതാണ്. അതിന്റെ 25ാം ജൂബിലി ആഘോഷിക്കുന്ന സമയത്താണ് എനിക്ക് പട്ടം കിട്ടിയത്. ഞാൻ ഈ ഇടവക്കാരനും, എൻ്റെ പേര് ജേക്കബ് മാളിയേക്കലാണ്. ഈ ഇടവകയിലെ ഒരു അംഗം എന്ന നിലയിൽ ഇപ്പോൾ നമ്മൾ ഒരു പുതിയ പള്ളി പണിത് വെഞ്ചരിക്കുന്നതിൽ അതിയായ സന്തോഷവാനാണ്. ഈ പള്ളിയുടെ ഈ മൂന്നാം പറമ്പിൽ ഒരു കമ്മ്യൂണിറ്റി തുടങ്ങി വെച്ച ഈ ഇടവക ഇന്ന് വികസിച്ച് ഈ നിലയിലെത്തിയിരിക്കുന്നു. ഞങ്ങൾ അതിയായ സ്നേഹത്തോടെ പള്ളി മാതാവിന്റെ നാമത്തിൽ നാളെ ആശീർവാദം ചെയ്യുന്നതായിരിക്കും. ഹിസ്റ്ററി പറഞ്ഞാൽ പൂർവ്വപിതാക്കന്മാരെ ഓർക്കുകയും ഞങ്ങൾ ഇത് തുടക്കം മുതൽ വന്നിട്ടുള്ള വികാരി അച്ഛന്മാരെയും നമ്മുടെ മരിച്ചു പോയിട്ടുള്ള മൂന്നാം പറയുടെ എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് ഈ പിതാവ് ചക്കിയത് പിതാവും ഞങ്ങളുടെ ആദ്യത്തെ നേതാവും ആദ്യത്തെ അച്ഛനും ആദ്യത്തെ ബിഷപ്പുമാണ്. നന്ദിയോടെ ഞങ്ങൾ ഈ സന്ദർഭം ഓർക്കുകയാണ്. പ്രധാനമായ നമുക്കെല്ലാവർക്കും നമ്മുടെ നാടിന്റെ അലങ്കാരമായ നവ്യ സംരംഭത്തിന്റെ ഉടമസ്ഥൻ ശ്രീ ബിജു വൈചേരനാണ്. ബാക്കി കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കും. 1974 നമ്മുടെ ആദ്യത്തെ ദേവാലയം, ഇതിനുണ്ടായിരുന്ന ദേവാലയം പണികഴിപ്പിച്ചത്. ബഹുമാനപ്പെട്ട വർഗീസ് പാലക്കാരൻ അച്ഛനായിരുന്നു. ആ ദേവാലയം 50 വർഷത്തോളം നിലനിന്നു. അത് അന്നത്തെ ഞങ്ങളുടെ പൂർവികര് ഏറ്റവും സുന്ദരമായ ഒരു ദേവാലയം അന്ന് 99 വീടുകളുള്ളപ്പോൾ ഈ ഇടവകയ്ക്ക് വേണ്ടി പണിതാണ്. ഇന്നിപ്പോ 349 വീടുകളുണ്ട്. കുറച്ച് അസൗകര്യങ്ങളൊക്കെ ആ പള്ളി പോരായ്മകൾ വന്നപ്പോൾ അതുപോലെ 50 വർഷം എത്തിയപ്പോൾ അതിൻ്റെതായ ചില ഡാമേജുകളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഈ ഇടവകയിലെ വിശ്വാസികളുടെ പുതിയൊരു ദേവാലയം വേണമെന്നുള്ള അതിയായ ആഗ്രഹത്തിന്റെ പുറത്ത് വിശ്വാസികളുടെ ഭയങ്കരമായ ഒരു കൂട്ടായ്മയും ഈ ഇടവകയിൽ തന്നെ തെക്കേത്തി പിതാവ് ഞങ്ങളുടെ ഇടഭാഗമാണ്. തെക്കേത്തി പിതാവിന്റെ വലിയൊരു ആഗ്രഹം കൂടിയായിരുന്നു പുതിയൊരു ദേവാലയം എന്നുള്ളത്. അങ്ങനെ എല്ലാ ഇടവക വിശ്വാസികളെല്ലാം കൂട്ടി പൊതുയോഗം 27 പേരടങ്ങുന്ന ഒരു ദേവാലയ നിർമ്മാണ കമ്മിറ്റി തെരഞ്ഞെടുത്തു. അച്ഛന്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമായിട്ട് വിശ്വാസികളുടെ എല്ലാവരുടെയും വളരെ ഐക്യപൂർവമായ എല്ലാ രീതിയിലും പ്രാർത്ഥനയും സാമ്പത്തികമായുള്ള സഹായത്തിന്റെ മനോഹരമായ ഒരു ദേവാലയം നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ കമ്മിറ്റിയുമായ ഇടവക വിശ്വാസികൾ വളരെ സന്തോഷത്തിലാണ്. നാളെ ജനുവരി 14-ാം തീയതി ഇതിന്റെ വിജയകർമ്മം നിർവഹിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഇടവകയിലെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ ഈ ഇടവകയില് സ്വന്തം ജീവിതം ബലിയാൻ നൽകിയ ഫാദർ സാജൻ പുള്ളി അച്ഛന്റെ കല്ലറ ഞങ്ങളുടെ ഇടവകയിലുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൊണ്ടും ഇടവക വിശ്വാസികൾക്ക് ഏറെ അഭിമാനിക്കാം. ഈ കാർമൽഗിരി ഇടവക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മുദ്രിത്വം എന്നർത്ഥമുള്ള ഈ പ്രദേശം ഇവിടെ പറയുകയുണ്ടായി. ഏകദേശം 50 വർഷം മുമ്പ് ഉണ്ടായ ദേവാലയം ഇന്ന് ആളുകൾ വിദേശത്തും ബിസിനസ്സും കൃഷിയും എല്ലാമായിട്ട് ഒരുവിധം സമ്പന്നമായപ്പോൾ നമ്മുടെ ദേവാലയം വളരെ ശോചനീയമായ ഒരു സാഹചര്യമായിരുന്നു. അത് എല്ലാവരുടെയും ആഗ്രഹത്തിന്റെയും പരിശ്രമത്തിന്റെയും ഫലമായിട്ടാണ് ഈ ചുരുങ്ങിയ നാളുകൊണ്ട് ഏകദേശം 2 വർഷം കൊണ്ട് ഇത്രയും മനോഹരമായ ഒരു ദേവാലയം ഇവിടെ പണിയാനായിട്ട് സാധിച്ചത്. അത് അച്ഛൻ വലിയ ഒരു നല്ല മനസ്സോടെ ഒരു നേതൃത്വം നൽകി. ഞങ്ങളെല്ലാവരും അതിന്റെ പിന്നില് അണിനിരന്ന് ഒറ്റക്കെട്ടായിട്ട് കൈക്കാരന്മാരടക്കം വൈശ്യന്മാരടക്കം എല്ലാവരും ഒരുമിച്ച് നിന്നതുകൊണ്ട് മാത്രമാണ് ഈ ചെറിയ സമയം കൊണ്ട് ഇത്രയും നന്നായി ചെയ്യാൻ സാധിച്ചത്. അതില് ഇടവക്കാരെന്ന നിലയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെയേറെ സന്തോഷവും അതിലേറെ അഭിമാനവും ഉണ്ട്. അപ്പൊ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയും. ഇവിടെ ഈ ഇടവകയുടെ
സ്വപ്ന സാക്ഷാത്കാരം നാളെ പൂവണിയുകയാണ്. നേതൃനിരയിൽ നിന്ന് ഞങ്ങളുടെ വികാരിച്ച് ഈ 349ഓളം എഴുന്ന കുടുംബങ്ങളെ ചേർത്ത് പിടിച്ച് എല്ലാവരുടെയും വലിയ സംഭാവനകളുണ്ട് അതിമനോഹരമായി പള്ളി നിർമ്മിക്കാൻ സാധിച്ചു. അതിന് നേതൃത്വം നൽകിയ ഞങ്ങളുടെ സ്നേഹബഹുമാന വികാരിച്ചിലൂടെ ഏറ്റവും കടപ്പാടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചക്കേത്ത് പിതാവ് ഈ ദേവാലയം മനോഹരമാക്കാൻ പ്രാർത്ഥനയും വളരെയധികം സഹായങ്ങൾ ചെയ്ത് നമ്മളെ ഇത്രയും മനോഹരമാക്കാൻ സാധിച്ചു. ഇടവജനങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ നന്ദി കടപ്പാടുമുണ്ട്. പോലെ കഴിഞ്ഞ 2 വർഷമായി അല്ലെങ്കിൽ 50ഓളം വർഷമായി ഞങ്ങളുടെ വലിയ കാത്തിരിപ്പ് അതിന്റെ പരിസമാപ്തിയിൽ നാളെ എത്തുകയാണ്. നാളെ വൈകുന്നേരം 5 മണിക്ക് അഭിമന്യ പാമ്പ്ളാനി പിതാവ്, ആർച്ച് ബിഷപ്പ് പാമ്പ്ളാനി പിതാവ് അതിന്റെ കൂതാശ കർമ്മത്തിന് ആയിട്ട് വരുന്നു. പിതാവിനോടൊപ്പം സഹകാർമ്മികരായിട്ട് അഭിമന്യ ചക്കേത്ത് പിതാവും അഭിമന്യ ജോസ് പുത്തൻവീട്ടിൽ പിതാവും ബാക്കി വിശിഷ്ടരായിട്ടുള്ള വൈദികരും സമർപ്പിതരും ഞങ്ങളുടെ ഇടവാംഗങ്ങളും ബന്ധുമിത്രാദികളും എല്ലാവരും കൂടി അതിന്റെ വെഞ്ചിരിപ്പ് നാളെ 5 മണിക്ക് ആരംഭിക്കുകയാണ്. വെഞ്ചിരിപ്പ് പ്രാർത്ഥനകൾക്ക് ശേഷം നമ്മൾ ഒരു പൊതുസമ്മേളനം, അപ്പൊ ആ പൊതുസമ്മേളനത്തില് പാമ്പ്ളാനി പിതാവ് അധ്യക്ഷത വഹിക്കുന്നു. അതിന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ആദരണീയനായ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറ് പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന്റെ യാത്രാ ക്രമീകരണങ്ങളൊക്കെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ക്രമീകരിച്ച ഡൽഹിയിൽ നിന്ന് നാളെ അദ്ദേഹം എത്തിച്ചേരുന്നു ഉദ്ഘാടന കർമ്മത്തിനായിട്ട്. അതോടൊപ്പം തന്നെ ആ ഒരു പൊതുസമ്മേളനത്തില് ഞങ്ങള് ഇവിടെ ഒരു സുന്ദരമായ ദേവാലയം പണി കഴിപ്പിച്ചിരിക്കുന്നു. എന്നാൽ അതുപോലെ തന്നെ ഇതിന്റെ ആരംഭം തൊട്ട് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹവും താല്പര്യമായിരുന്നു ദേവാലയം ഉണ്ടാകുന്ന പോലെ തന്നെ ഞങ്ങളുടെ ഇടവകയിലും താമസിക്കാനായിട്ട് ആളുകൾക്ക് പ്രത്യേകിച്ച് കുറച്ച് വീടുകൾ വളരെ ശോചനീയമായ അവസ്ഥയിലുണ്ടായിരുന്നു, കുടുംബങ്ങളുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഇതിനോടകം 3-4 കുടുംബങ്ങൾ ഞങ്ങൾ പണി കഴിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോഴും പൂർത്തീകരിക്കപ്പെടുന്ന 2 കുടുംബത്തിന്റെ താക്കോൽദാന കർമ്മങ്ങളും നാളെ അഭിമന്യ പിതാക്കന്മാര് നടത്തുന്നതാണ്. ബാക്കി MP നമ്മുടെ ശ്രീ ബെന്നി ബെഹനാൻ MP, MLA ശ്രീ റോജി ജോൺ, പഞ്ചായത്ത് പ്രസിഡന്റുമാര്, മെമ്പർമാര്, പൊതുപ്രവർത്തകര് അവരുടെയൊക്കെ സാന്നിധ്യത്തിലുള്ള ഒരു പൊതുസമ്മേളനം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവർക്കും സ്നേഹവിരുന്ന് 3-ാം പറമ്പിന്റെ ആഘോഷമായിട്ട് ഈ പ്രദേശത്ത് 3-ാം പറമ്പിന് മാത്രമല്ല നമ്മുടെ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ഏകദേശം ഒരു 4000 പേർക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഞങ്ങൾ അത് വളരെ വിഭവസമൃദ്ധമായ രീതിയിൽ ഞങ്ങൾ അത് തയ്യാറാക്കുന്ന പരിശ്രമങ്ങൾ താഴെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്നേഹവിരുന്ന് കഴിഞ്ഞ് നമ്മൾ ബാക്കി മറ്റ് ആഘോഷ ചേരുവകളായിട്ടുള്ള വാദ്യവിരുന്ന്, DJ ലൈറ്റ് ഷോ, DJ സൗണ്ട് വെടിക്കെട്ട്, പിന്നെ വാദ്യവിരുന്ന്, ഇങ്ങനെയുള്ള കാര്യങ്ങളോടുകൂടി ഒരു 10 മണിയോടുകൂടെ 5 മണി to 10 മണി വരെ ഈ പറഞ്ഞ ആഘോഷങ്ങളുടെ പല രീതിയിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന ആത്മീയതയുടെ ആഘോഷമായിട്ട് നാളെ നടക്കുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇടവക തിരുനാളിന്റെ ദിവസങ്ങൾ കൂടി ഇതിനോടൊപ്പം സംയുക്തമായിട്ട് ആചരിക്കുകയാണ്. നൊവേനകള് നടന്നുകൊണ്ടിരിക്കുന്നു. വ്യാഴാഴ്ച ഞങ്ങളുടെ ഇടവകയിൽ നിന്നുള്ള സമർപ്പിതരുടെ സംഗമം, ആ സംഗമത്തിന്റെ അവസാനത്തില് നവീകരിച്ച ഗ്രോട്ടോ വെഞ്ചിരിപ്പ്, അത് കഴിഞ്ഞ് പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ കൊടിയേറ്റ്, വെള്ളിയാഴ്ച പരിശുദ്ധ കുർബാന, അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഇടവകയിലെ യുവജനങ്ങൾ അവര് മുന്നിട്ടിറങ്ങി സംഘടിപ്പിക്കുന്ന ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ ഇപ്പോഴ് ഏറ്റവും അധികം പ്രസിദ്ധി നൽകുന്ന വിവിധ കലാകാരന്മാരെ അണിനിർത്തിക്കൊണ്ടുള്ള ഒരു മ്യൂസിക്കൽ ബ്ലാസ്റ്റ്, അത് 3 മണിക്കൂറോളം സമയം ദൈർഘ്യമുള്ള ആ ഒരു മ്യൂസിക്കൽ ബ്ലാസ്റ്റ് വെള്ളിയാഴ്ച നടക്കുന്നു. ശനിയാഴ്ച അമ്പ് തിരുനാളാണ്. വീടുകളിലേക്ക് യൂണിറ്റ് അടിസ്ഥാനത്തിൽ അമ്പ് പോകുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ആഘോഷമായ കുർബാന, തിരുനാള്, പ്രസിദ്ധി വാഴ്ച, അതുപോലെ തന്നെ പ്രദക്ഷിണം 2 ഭാഗത്തായിട്ട് 2 ദിവസങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളായിട്ട് വൈകുന്നേരം 5:30-ക്കാണ് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക. ശനിയാഴ്ചയും തിരുനാൾ ദിനമായ ഞായറാഴ്ചയും. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച ഞങ്ങളുടെ നിന്നും വേറെ പിരിഞ്ഞുപോയ ഞങ്ങളുടെ പൂർവികരുടെ പിതൃസ്മരണ മരിച്ചുപോയ അവരെ ഞങ്ങൾ ഓർത്ത് പരിശുദ്ധ ബലി അർപ്പിച്ച് ഈ വെഞ്ചിരിപ്പിന്റെയും തിരുനാളിന്റെയും ഈ സുന്ദരമായ ദിവസങ്ങൾ അത് മനോഹരമാക്കിക്കൊണ്ട് ഞങ്ങൾ അതിന് പരിസമാപ്തി കുറിക്കും എന്നതാണ് ഞങ്ങളുടെ ഇതുവരെയുള്ള ഒരു പ്ലാനിങ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അതാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവയിലുള്ള എല്ലാവർക്കും അറിയാം, മറിച്ച് ഞങ്ങളോടൊപ്പമുള്ള മറ്റു മനുഷ്യരിലേക്ക് അത് എത്തിക്കാനുള്ള ശ്രമത്തിലാണല്ലോ നിങ്ങളോട് വന്നിരിക്കുക. നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇങ്ങനെയുള്ള കൂട്ടായ്മയുടെ സംരംഭങ്ങൾ നമ്മുടെ എല്ലാ ഇടങ്ങളിലും ഉണ്ടായി നമ്മൾ ഓരോരുത്തരും സ്നേഹത്തിന്റെ നിറവിൽ കൂട്ടായ്മയിൽ വളരാനായിട്ട് ഇടവരത്തിട്ട് എല്ലാം നമ്മുടെ നല്ല ഉദ്യമങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കും എന്ന ആത്മവിശ്വാസത്തോടെ എന്റെ വാക്കുകൾ